ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കിവിടെ മീൻകറി തയ്യാറാക്കാം. അതിനായി ഞാൻ കുറച്ച് തിരികെ തേങ്ങയും ഒരു 4-5 ചെറിയ ഉള്ളിയും ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. മീൻ ഞാൻ ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/2 കിലോ ഉണ്ട്. കേരച്ചൂരയാണ് 1/2 കിലോ ഉണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കത്തിക്കാം. അതൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം മാത്രം മതി. ഞാൻ സാധാരണ കടുക് വറുക്കാൻ എടുക്കുന്ന പോലെ അത്ര മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ, കൂടുതലൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എണ്ണ ഇപ്പം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ച് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചൊന്ന് ആകുമ്പോഴത്തേക്കും തന്നെ കണ്ടോ, ഇതുപോലെ ഒന്നാവണം. അത്രേ ഉള്ളൂ, കൂടുതൽ മൂക്കൊന്നും വേണ്ട. ഇത്രയാവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോഴത്തേക്കും തീ നന്നായിട്ടൊന്ന് കുറച്ചു. ഞാൻ നേരത്തെ കുറച്ചിട്ടിരുന്നത്, ഇപ്പോൾ ഫുൾ സിമ്മാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എരി ആയത് കാരണമാണ് ഞാൻ ഇത്ര ഇട്ടുന്നുള്ളൂ, കൂടുതലിടുന്നില്ല. കൂടുതലിട്ടാൽ നല്ല എരിയായിരിക്കും. ഇപ്പം ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ചൊന്ന് മൂത്ത് വന്നോട്ടെ. ഇതിപ്പം കളർ ഇങ്ങനെ മാറിയിട്ടുണ്ടെങ്കിലും നമ്മൾ അരയ്ക്കുമ്പോൾ കളർ കാണത്തില്ല. കാര്യം ഇത് അത്രേ ഞാൻ മൂപ്പിക്കുന്നുള്ളൂ, കൂടുതലിട്ടിങ്ങനെ കരിച്ചെടുക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ഇപ്പം ഞാൻ മൂപ്പിച്ചെടുത്ത ഉള്ളി ഇതൊക്കെയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. ഞാനിത് അരയ്ക്കാനായിട്ട് ബാക്കി വെള്ളത്തിന് പകരം കുറച്ച് പുളിയാണ് കലക്കി ഒഴിക്കുന്നത്. നിങ്ങൾ പുളിയാണോ കലക്കി ഒഴിക്കുന്നത് അതോ വെള്ളമാണോ? എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കണ്ടോ, ഞാൻ ഇത്രയും ആദ്യം ഒഴിക്കുന്നുള്ളൂ. നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ആദ്യം ഇത്ര ഒഴിക്കാം. അപ്പം ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടില്ല, കത്തിച്ചിട്ടില്ല. അത് കഴുകി വെച്ചിട്ടേ ഉള്ളൂ. അതിലേക്ക് ആദ്യമേ അരപ്പൊന്ന് ഒഴിക്കുകയാണ്. കണ്ടതിൻ്റെ കളർ കണ്ടോ? കാരണം മുളക് പൊടി ഞാൻ അത്ര ഇട്ടുള്ളൂ, അതുകൊണ്ടാണ് ഈ കളറ് കൂടുതലിട്ട് മൂപ്പിക്കേണ്ടതെന്ന് വെച്ചു. പക്ഷേ ഇത് കറി ആയി കഴിയുമ്പോൾ കുറച്ചുകൂടി കളറങ്ങ് മാറും കേട്ടോ. ഇപ്പം ഈ കാണുന്ന എല്ലാം അങ്ങ് മാറിക്കോളും. കണ്ടോ, ഇപ്പം ഞാൻ സ്റ്റൗ കത്തിച്ചില്ല. ഞാൻ ഇനിയും ബാക്കിയുള്ളതും കൂടെയൊക്കെ ഇട്ടിട്ട് സ്റ്റൗ കത്തിക്കത്തുള്ളൂ. ഇനി നമ്മൾ ടൊമാറ്റോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തൊണ്ടൻ മുളകും ടൊമാറ്റോയും കുറച്ച് കറിവേപ്പില, ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇടണം. എന്നിട്ട് കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യത്തിന്, ഞാൻ ഇപ്പോൾ 1/2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടി വേണ്ടി വരും. എന്തായാലും ഞാൻ ആദ്യം ഇത് മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കണം. ഇനി പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ നേരത്തെ അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചല്ലേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെച്ചിട്ടില്ല, തീ ഫുള്ളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ചോട്ടെ. ഇപ്പോൾ ഇത് അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച സമയത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇതിലേക്ക് ചേർക്കണുണ്ട്. തിളച്ചിട്ട് മാത്രമേ ഇടണുള്ളൂ, അതിന് മുമ്പ് ഞാൻ ഇത് ഇട്ടിട്ടില്ല. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, നമുക്ക് അതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ആ യെല്ലോ കളറ് മാറി കുറച്ചുകൂടി ഒരു മാറ്റം വന്നില്ലേ? ആ നല്ല യെല്ലോയിൽ നിന്ന് മാറി കുറച്ചുകൂടെ ഒരു ഇതായി. ഇനി അത് കറി ഫുള്ളായി കഴിയുമ്പോൾ കളർ കുറച്ചുകൂടി മാറും. അപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചെടുത്ത് ഇടുന്നേ ഉള്ളൂ. ഞാൻ മുഴുവനായിട്ട് ഇങ്ങനെ എടുത്ത് തട്ടുന്നില്ല, കയ്യിൽ പറ്റുന്നത്ര എടുത്ത് ഇടുന്നുള്ളൂ. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് വെന്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഒത്തിരി ഇട്ടിങ്ങനെ ഇളക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ചൂരമീനും കൂടെയാണ്, എല്ലാം മാംസമൊക്കെ അങ്ങ് ഇളകിപ്പോവും. ചൂരയെന്നല്ല, ഏത് മീനായാലും നമ്മൾ കൂടുതൽ പിന്നെ ഇളക്കാതിരിക്കലാണ് നല്ലത്. ഇതിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് ഇത്ര ഇതായിട്ട് ഇളക്കിയത്. ഇളക്കുന്നുണ്ട്, ഞാൻ ഇളക്കാണ്ടിരിക്കുന്നില്ല. പക്ഷെ കുറച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ നല്ല തിളച്ച് തുടങ്ങി. മീനൊക്കെ കുറച്ചൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്.
ഞാൻ പതുക്കെയാണ് ഇളക്കുന്നത്, ഒത്തിരി സ്പീഡിലൊന്നും അല്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഈ കറി ഇതുപോലെ ഒന്ന് വച്ച് നോക്കണം. ഇഷ്ടമായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലോ ദയവേത് എന്നോട് പറഞ്ഞു തരണം എനിക്ക്. അപ്പോൾ അതെന്താണ് മാറ്റേണ്ടതെന്നുള്ളത് നോക്കി എനിക്ക് ശരിയാക്കാമല്ലോ. അപ്പോൾ ഇതാ നമ്മളുടെ മീൻ കറി ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ കളർ കുറേ കൂടെ മാറിയില്ലേ. അപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് അല്പം ഒരു വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.